ഹലോ, ഐ എം അക്കമ്മ. മേ ഐ കം ഇൻ? ഞാൻ ഊഹിച്ചു. അകത്തേക്ക് വരാം. താങ്ക് യു. ഇറ്റ്സ് എ ലവ്ലി ഹൗസ്. യു മസ്റ്റ് ബി വെരി വെരി പോപ്പുലർ ഹിയർ. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെയുള്ളവർക്ക് കാണാപ്പാടമാ. ബൈ ദ ബൈ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആക്ച്വലി ഐ ഹേറ്റ് ടു സേ ദാറ്റ്, ബട്ട് ഐ എം എ മൾട്ടി മില്യണർ. ബില്യണയർ എന്ന് പറയാം. മാഡത്തിന് ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. താങ്ക് യു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്റെ ഗസ്റ്റ് ആകാത്ത പൊളിറ്റീഷ്യൻസോ ഗവൺമെന്റ് ഓഫീസേഴ്സോ ഈ നാട്ടിലില്ല. ഐ റിപ്പീറ്റ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അക്കാമ്മ വന്ന കാര്യം പറയൂ. എന്റെ നേരെ നോക്കി ആരും എന്റെ പേര് വിളിക്കാറില്ല. യു ക്യാൻ കോൾ മീ മാഡം. സോറി, ഐ ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ്. എന്റെ മകൻ പ്രതിയായുള്ള കേസ് നിങ്ങൾ വാദിക്കണം. ഇത് അതിനുള്ള അഡ്വാൻസ്. സോറി, ഐ എം അപ്പിയറിംഗ് ആസ് ദി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഗൈൻസ്റ്റ് യുവർ സൺ. അറിയാം, ഐ നോ ദാറ്റ്. ഇതിനു മുമ്പ് പല കേസിലും പ്രതിഭാഗം ചേർന്ന് നിങ്ങൾ വാദിച്ചിട്ടില്ലേ? അതെന്റെ ഇഷ്ടം. പണം എത്ര വേണമെങ്കിലും തരാം. വക്കീലിന് ഏറ്റവും കൂടുതൽ ഫീസ് എന്ന ക്രെഡിറ്റ് അക്കാമിക്കിരിക്കട്ടെ. ടെൽ മീ യുവർ പ്രൈസ്. നീ ആരാടി എനിക്ക് വില പറയാൻ? നീ വീശുന്ന കാശും മോഹിച്ച് നിന്റെ പുറകെ മണം പിടിച്ച് നടക്കുന്ന ചില കുടിച്ചിപ്പട്ടികളുണ്ടാവും. അവർക്ക് നിന്റെ പണവും വേണം, വേറെ പലതും വേണം. എനിക്കിത് രണ്ടും വേണ്ട. ഇതിന്റെ 10 ഇരട്ടി കിട്ടും എന്റെ എസ്റ്റേറ്റിലെ കരികില തൂക്കി വിറ്റാൽ. മനസ്സിലായത് നിനക്ക്? ഗെറ്റ് ഔട്ട്. അക്കാമ്മയെ നിനക്കറിയില്ല. മൂർഖം പാമ്പിനെയാ നീ നോവിച്ചു വിടുന്നത്. ഓർമ്മയിരിക്കട്ടെ. നീർക്കോലി ആരും മൂർഖം പാമ്പെന്ന് വിളിക്കാറില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ ഇവളുടെയൊക്കെ പുറകെ എസ് ബോസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഭേദം വല്ല ചുമടും ചുമന്ന് ജീവിച്ചൂടെ? ഒത്ത തടിയാണല്ലോ, ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. കൂടെ അമേരിക്കയിൽ റായിച്ചന്റെ വീട്ടിലെ കർത്താവിന്റെ രൂപത്തോടൊപ്പം മറ്റൊരു ഫോട്ടോയും കൂടെ ഉണ്ട്. അത് അക്കാമയുടെയാ. അക്കാമ ഞങ്ങൾക്ക് ദൈവം തന്നെയാ. എന്നെ മറിയാമയെ അമേരിക്ക കൊണ്ടുപോയതും ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്നോ ഒക്കെ അവരാ. ആ കടപ്പാട് ഞങ്ങൾക്ക് മറക്കാനൊക്കത്തില്ല. മറക്കണ്ടാന്നേ. അതിന് അനിയൻ കുഞ്ഞെന്നാ വേണം. ആ അക്കാമയുടെ മോനെതിരായി എന്റെ മോളെ കെട്ടാൻ പോകുന്ന കേസ് വാദിച്ചാ ഞങ്ങള് സഹിക്കോ? അവര് സഹിക്കോ? മാണിക്കുഞ്ഞ് അനിയൻ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറയണം. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറഞ്ഞ അവൻ കേക്കത്തില്ലിട്ടിച്ചാ. എങ്കിലേ 2-1 നടക്കൂ. അയ്യോടാ, 2-1 മനസ്സിലായില്ല. അനിയൻ കുഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. എന്നെ വർത്തമാനം ടീച്ചറി പറയുന്നേ? മനസ്സമ്മതം വരെ എത്തി വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാലോ? നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അനിയൻ കുഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്മാറണം. ഓഹോ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് അവനോട് പിന്മാറാൻ പറയാം. അല്ലാതെ ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ഇപ്പൊ എന്നതായി റോയിച്ച? ഞാൻ പറഞ്ഞ പോലെ നടന്നോ? മാണിക്കുഞ്ഞ് പറയും, അനിയൻ കുഞ്ഞ് കേൾക്കും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. മാണിക്കുഞ്ഞ് പറയും പോലും. ഒന്നല്ല 25 കല്യാണം മുടങ്ങിയാലും പ്ലാന്റർ കുരുവിളയുടെ മക്കൾ ഭീഷണിക്ക് വഴങ്ങി തെണ്ടിത്തരം കാണിക്കാല. സ്ഥലം വിട്ടോളാൻ. താൻ ആരാ അത് പറയാൻ? അനിയൻ കുഞ്ഞ് പറയട്ടെ. ഇപ്പൊ ഞാനാ പറയുന്നത്. ഞാൻ പറയുന്നത് എന്റെ അനിയൻ കേൾക്കും. അവനെ ഇനി അച്ഛൻ പട്ടത്തിന് വിട്ടാലും അവനെ കൊണ്ട് ഇയാടെ മോളെ കെട്ടിക്കുകയല്ല, അത് ഉറപ്പാ. പോയേ. ഫ്ലോറിഡ, അമേരിക്ക. അത് ശരി, മാണിക്കുഞ്ഞായതുകൊണ്ട് അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ഈ അമേരിക്കൻ കണക്ഷൻ ഒന്നും ശരിയാവൂല മാണിക്കുഞ്ഞെ. എന്നിട്ട് STD ആയാലെന്നാ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ഇതുങ്ങളൊക്കെ ജീവിക്കുന്ന നാട്ടിലെന്താ ചൊരപ്പിനൊന്നും ആളില്ലേ? ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട, നേരെ തൂക്കാൻ വിധിക്കും. ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുകമ്പ തോന്നണ്ടേ? നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം. കുരുവിള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും. അയാൾ എങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവും? എന്തുകൊണ്ടായിക്കൂടാ? താൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ? തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് മാത്രമല്ല. അതെങ്ങനെയും തടഞ്ഞു വെക്കൂ. കുരുവിള ഒരിക്കലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവരുത്. ഞാൻ അവന്റെ മോളിൽ പിടിപിടിച്ചാലോ? എന്ത് കാര്യത്തിന്? അവനാവട്ടെടോ. ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്കെന്താ ഇത്ര വിഷമം? കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു. എവിടെ? പാലക്കാട്ട്. ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് 350 കിലോമീറ്റർ എങ്കിലും ദൂരം വരില്ലേ? അതെ. എന്താ?
മിസ്റ്റർ കുരുവിള, അനിയൻ കുരുവിള, എവിടെ പോയിട്ട് വരുന്നു? കടപ്പല്ലിന് വല്ലാത്ത വേദന. ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ. പല്ല് പറിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ. പത്രത്തിൽ വായിച്ചില്ലേ, കോവിലകം കേസ് റീഓപ്പൺ ചെയ്യുന്നു. നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ 2 സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു സിംഹം ആരെന്ന് മനസ്സിലായി. ആരപ്പാ മറ്റേ സിംഹം? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എലി ആരെങ്കിലും സിംഹം എന്ന് വിളിക്കൂ? പല്ല് കൊഴിയാറായ സിംഹത്തെ ചിലപ്പോ എലിയെന്ന് വിളിച്ചെന്നിരിക്കും. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു പ്രയറുണ്ട്. ഈ കേസിന്റെ പ്രാരംഭവാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ CPC സെക്ഷൻ 227 പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. On what grounds? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായേ സംഭവിക്കൂ. ഈ കേസിൽ അതിനുള്ള മെറിറ്റ് ഉണ്ടോ? നോ, നോട്ട് അറ്റ് ഓൾ. പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ല. കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സംഭവ സ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഐ ഹാവ് സോളിഡ് പ്രൂഫ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ്. മാർട്ട് എക്സിബിറ്റ് P1 ഒരു വെഡിംഗ് ഇൻവിറ്റേഷൻ ആണ്. കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ 3 അതിൽ പങ്കെടുത്തിരുന്നു. വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഇൻവിറ്റേഷനിലുണ്ട്. അഡ്രസ് ഇല്ലാതെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാകാറില്ല മിസ്റ്റർ നമ്പ്യാർ. എന്റെ വെഡിംഗ് ഇൻവിറ്റേഷനിൽ എന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ജഗദീഷ് ടി നമ്പ്യാർ. ദാറ്റ് വാസ് ഇനഫ്. 4 പേര് അറിയുന്നവന് പേര് തന്നെ അധികം. ഒരാൾ സ്വയം താൻ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Mr. Nambiar, proceed with your prayer. Your Honor, the next exhibit P2 is the most important one. അതൊരു ഫോട്ടോഗ്രാഫാണ്. വിവാഹത്തിൽ മറ്റതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ്. ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം 5:30 എന്ന് കൃത്യമായി കാണാം. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും. കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിംഗ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം. കല്യാണം നടന്ന സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് 350 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട്. കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത്, അതായത് 7:30 8 ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് 5:30 ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ എന്റെ കക്ഷികൾ ഈ കേസിൽ പ്രതികളാവും? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇങ്ങനെ എന്തൊരു മനുഷ്യൻ, ഇയാൾ എന്തുള്ള പുറപ്പാട്? യുവർ ഓണർ, can I have the exhibits please? Certainly. നമ്പ്യാർ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. നമ്പ്യാരുടെ തെളിവുകൾ സ്വീകരിച്ച് കോടതി നമ്മുടെ കേസ് തള്ളിക്കളയോ? തള്ളും. തള്ളിക്കളഞ്ഞു എന്ന് തന്നെ കൂട്ടിക്കോ. നമ്പ്യാരുടെ തെളിവിന്റെ മുകളിൽ ഒരു പരുന്തും പറക്കില്ല. മനസ്സിലായില്ലേ? ആവശ്യമുണ്ടെങ്കിൽ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന സകലരും വരും പ്രതികൾക്ക് വേണ്ടി സാക്ഷി പറയാൻ. വരും, വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ. അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട്. കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ ഐ വിറ്റ്നസ് ആക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കല്ലാതെ മറ്റൊരു ലോയർക്കും ഇല്ല. യു ആർ ക്വസ്റ്റനിങ് മൈ ഇന്റഗ്രിറ്റി. നീ എന്തുവാടാ ചിരിക്കുന്നേ? ചെകുത്താൻ വേദമോതുന്നത് കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നീ കരുതിയിരുന്നോടാ, എന്റെ തലയിൽ തൊപ്പി തിരിച്ചു കയറുന്ന ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും. എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട്. തനിക്ക് എന്താണോ എന്നെ കാണുമ്പോ ചോദിച്ചത്? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട സാർ, പ്ലീസ് ടേക്ക് നിനക്കെന്നെ അറിയത്തില്ല. ഇടിച്ച ഷേപ്പിൽ കഴിവുറാ മോനെ. ബാലൻ എന്തായി കാണിച്ചത്? അവന്റെ വർത്താനം കേട്ടപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
കോടതി അവരെ വെറുതെ വിട്ടാലും ശരി, ഞാൻ വെറുതെ വിടില്ല. ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടന്നാലും വേണ്ടില്ല. കോടതിയും നിയമവും മണ്ണാൻ കട്ട. ചെന്ന് വെട്ടിക്കൊല്ല്. ചെയ്യാൻ പോകുന്നവരെന്തിനാ വിളിച്ചു പോകുന്നത്? കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി 100 കേസ് തോറ്റാലും ശരി, ആ വിശ്വാസം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറെ നാളത്തെ അനുഭവം, ഒന്നിനും വിശ്വാസമില്ലാണ്ടായി. സത്യം പറയട്ടെ, എനിക്ക് എന്റെ നിഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസമില്ലാതെ. ബാലനെന്താ അവസാനം പറഞ്ഞത്? എന്റെ നിഴലിനെ തന്നെ വിശ്വാസമില്ലെന്ന്. Give me that photograph. നിഴലിനെ തന്നെ. Your Honor, the photograph before this honorable court is fake. അത് പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? Better you ask your conscience. ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജ സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി, ബ്രൗൺ ഷുഗർ മൈദയായി. ഇനി ഞാൻ നിരത്തണോ നമ്പ്യാരുടെ വൈഭവങ്ങൾ? യു ആർ ഡെസ്പെറേറ്റ്. ജയിക്കുമെന്ന് സ്വയം ഉറപ്പാക്കിയ കേസിൽ നിങ്ങൾ തോറ്റു. അതിൽ നിന്നുമുണ്ടായ അമർഷവും വൈരാഗ്യവും കൊണ്ട് നിരപരാധികളായ 3 ചെറുപ്പക്കാരെ കരുവാക്കി ഒരു കള്ളക്കേസ് നിങ്ങൾ ഉണ്ടാക്കി. യെസ്, ഐ എം ഡെസ്പെറേറ്റ്. നിരപരാധിയായ ഒരാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്, അമർഷമുണ്ട്. ഇന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. ചാരിതാർത്ഥ്യമുണ്ട് പോലും. നിങ്ങൾ പുച്ഛിക്കും, കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ ആ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ല. യുവർ ഫാദർ മിസ്റ്റർ അനന്തൻ നമ്പ്യാർ വാസ് എ ലേണഡ് കൗൺസിൽ ആൻഡ് എ സെലിബ്രിറ്റി ആസ് എ ജഡ്ജ്, ബട്ട് ഹി ഹാഡ് ആൻ അൺഫോർച്ചുനേറ്റ് സൺ ആൻഡ് ഇറ്റ്സ് യു, മിസ്റ്റർ നമ്പ്യാർ. യു ആർ jealous to the core, മിസ്റ്റർ കുരുവിള. അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണമെന്ന് മോഹം മാത്രം പോരാ, അറിവ് വേണം, കഴിവ് വേണം, അല്പം ഭാഗ്യവും വേണം. ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇത്ര ഹീനമായി പ്രതികാരം ചെയ്യാൻ കഴിയൂ? മിസ്റ്റർ, നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു അഭിഭാഷകന് ചേർന്ന പ്രവൃത്തിയല്ല. നാണവും മാനവും കിട്ടാ തരത്താണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എക്സീഡിംഗ് ദ ലിമിറ്റ്സ്. നിങ്ങളുടെ ഹിംസ കുറെ ഏറെയായി ഞാൻ സഹിക്കുന്നു. ബെറ്റർ യു കൺട്രോൾ യുവർ സെൽഫ്. സത്യം പറയുമ്പോ ദേഷ്യം വരും മിസ്റ്റർ. തോറ്റു തുന്നം പാടിയവർക്കും വീണ്ടും തോക്കുമെന്ന് ഉറപ്പായവർക്കും ദേഷ്യം താനേ വരും. യുവർ ഓണർ, ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നതാവും ശരി. മനസ്സിലായില്ല? താമസിയാതെ മനസ്സിലായിക്കോളും. ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ 1000 സാക്ഷികൾ ഈ കോടതിയിൽ മൊഴി നൽകും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ 1000-ഓ 10,000-ഓ പേർ വരും. പക്ഷേ എനിക്ക് ഈ കേസിൽ ഒരു സാക്ഷിയേ ഉള്ളൂ, ഒരേ ഒരു സാക്ഷി. ആ സാക്ഷിയുടെ മുകളിൽ നിങ്ങളുടെ ഒരു പരിന്തും പറക്കില്ല മിസ്റ്റർ നമ്പ്യാർ. 1 against 1000. It won't sell, Mr. Kuruvila. You will be forced to buy, Mr. Nambyar. There is no other go. ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല. സ്വർഗസ്ഥനായ തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നാലും ഈ കേസ് നിങ്ങൾ ജയിക്കില്ല. Are you so confident? Yes, I am. Sorry, Mr. Nambyar. I challenge it. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തി പോവാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പബ്ലിക്കായി ഞാൻ നിങ്ങൾക്ക് ക്ഷൗരം ചെയ്യാം. കൃത്യമായിട്ട് അറിയാവുന്ന ഏക ജോലി മറന്നിട്ടില്ലല്ലോ, അതിന് നന്ദി. ചില ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ കോടതിയുടെ ഫിസിക്കൽ പ്രസൻസ് സൈറ്റിൽ ആവശ്യമുണ്ട്. മേ ഐ റിക്വസ്റ്റ് ഫോർ ദാറ്റ്? Fix the time and date and inform the court.